കയ്യിനെ സോപ്പിട്ടുണ്ട്. കൈ പണി ചെയ്തുകൊണ്ടിരിക്കണം. ഫുള്ള് നമ്മളെ കയ്യിനെ സോപ്പിട്ട് കുളിപ്പിക്കും. ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു ഫ്രാക്ചർ വ്ളോഗ്സ്. നമ്മളിന്നില്ലേ നമ്മുടെ വണ്ടി വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടി പോകണം. അതെങ്ങനെയാണ് നമ്മൾ വാട്ടർ സർവീസ് ചെയ്യണത്, അവിടെ പോയിട്ട് എങ്ങനെ ചെയ്യണതെന്നൊക്കെ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകണം. പിന്നെ നമ്മുടെ സാച്ചാ എന്താണ് ഇവിടെ പരിപാടി? ഇയാളെ കൊണ്ടുപോകണല്ലോ ഇന്ന് കൊണ്ടുപോകണല്ലോ. എന്താ വെച്ചാൽ ഇയാളെ വാട്ടർ സർവീസ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ പണിയാവും. ഭായിമാരെയൊക്കെ എടുത്തിട്ട് അടിക്കും. അതുകൊണ്ട് ഇന്ന് കൊണ്ടുപോകണം. ബായ്. എന്താണ് പോട്ടെ? ഡും 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 ഡും. പോട്ടരാ, ടാറ്റാ, ബൈ ബൈ. അങ്ങനെ ഡീസുമതേ കാറിൻ്റെ അടുത്തെത്തി. കാറിട്ടേക്കണം നിർത്തി. കാറ് വലിയ ഇന്നലെ മഴ വലിയ സീനില്ല. എന്നാലും ഒന്ന് ഇൻറ്റീരിയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. ടോപ്സൊക്കെ ഓടണം. ദൈവം കടി കിട്ടിയാൽ മറ വീട് പോയല്ല സീനിലടാ. സോറിട്ടാ. അങ്ങനെ നമ്മൾ കാറി കയറി കണ്ട ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു സർവീസിന് വേണ്ടിയാണ് ഓട്ടോ സർവീസ് ചെയ്യാൻ വേണ്ടി പോണേ. അവിടെ അങ്ങനെ ഡീസ് നമ്മുടെ സ്പോട്ടിലെത്താറായി. ഇതാണ് നമ്മുടെ വാട്ടർ സർവീസ് ചെയ്യണ സ്ഥലം. നമ്മളവിടെ നൈസായിട്ട് എത്തി. നമ്മുടെ ഭായിനെ കാണുന്നില്ല. ഓടിക്കൊണ്ട് ഫുൾ വാഷ്. മറ്റേ ബൈക്ക് തറി നമ്മൾ ഫുൾ വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കണാണ്. ഫുൾ വാഷ് എന്ന് പറയുമ്പോൾ ഇൻറ്റീരിയറും എല്ലാം കൂടി നമുക്ക് വാഷ് ചെയ്ത് കിട്ടും. അണ്ടർ അതൊന്നെടുത്ത് അതിൻ്റെ അകത്തോട്ട് വെച്ചേക്ക്. ആ സാധനം സ്പേസ് ഉണ്ടോ? വണ്ടി മൊത്തം ആദ്യം അണ്ടർ ബോഡി ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് വണ്ടി മൊത്തം ആദ്യം വെള്ളം ഒഴിക്കണം. നമ്മൾ പൊക്കത്ത് വെള്ളം ഇത് എല്ലാ മണ്ണും കാര്യങ്ങളൊക്കെ കളയണം. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കഴിഞ്ഞു. മറ്റേ ബായി ഇല്ല. ആദ്യം നമ്മൾ വെള്ളമൊഴിച്ച് മണ്ണ് വേണ്ട, കുറേ മണ്ണും ചെടിയൊക്കെ ഉണ്ട്, അത് മൊത്തം കളയണം ആദ്യം. എന്നിട്ട് വേണം ക്ലോത്ത് ഇട്ടിട്ട് ഇത് ചെയ്യാൻ. ക്ലോത്ത് ഇട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പണി കിട്ടും. ഹെയർ ലൈൻസ് ഇല്ല, അത് ചെറുതായിട്ട് വരും. നമുക്ക് വാട്ടർ സർവീസിന് അവന്മാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പടി ഇതാണ്ട നമ്മുടെ ഭായി, പുള്ളിയാണ് എല്ലാം അച്ചായി. ഇനി ചെയ്യണവർ ഇതുണ്ടോ സാധനം വെക്കണുണ്ട്. ഇനി വാട്ടർ സർവീസ് ചെയ്ത് നമ്മൾ അവരോട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. എന്നുവെച്ചാൽ അല്ലെങ്കിൽ അവർ സന്നായ ഭായിമാരാണ്, അവർ അങ്ങനെ ചെയ്യുള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുക്കണ പോലെ അവർ ചെയ്തു തരുള്ളൂ. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് കളയാം. ഡസ്റ്റും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് കളയണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതിൻ്റെ പൊക്കത്തു നിന്ന് ഇങ്ങനെ തുണിയിട്ട് ഇടിയണം. അതുപോലെ ആ ക്ലോത്ത് ഇട്ട് ഇങ്ങനെ ഉരക്കുമ്പോഴത്തേക്കും നൈസായിട്ട് സ്ക്രാച്ചസ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് മൊത്തം ഡസ്റ്റും മണ്ണൊക്കെ കളഞ്ഞിട്ട് വേണം
അവന്മാരെ കൊണ്ട് അങ്ങനെ പറഞ്ഞ് ജയിച്ചിട്ട് വേണം വേറെ എല്ലാം ഒഴിക്കാനും. ശരി, മറ്റേ സോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഷാമ്പൂ ഒക്കെ വാഷ് ചെയ്യണമെങ്കിൽ ആദ്യം ഇത് ചെയ്യിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയാണ്, അപ്പോൾ നമ്മളാണ് കെയർ ചെയ്യേണ്ട. അല്ലെങ്കിൽ സ്ക്രാച്ചസ്, ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരും. അതൊന്നും സീനില്ലെങ്കിൽ കുഴപ്പമില്ല. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ സ്ക്രാച്ചും കാര്യങ്ങളും വരും. മസ്റ്റാണത്. സോപ്പിട്ട് പതപ്പിക്കൽ ചടങ്ങാണ്. ഇങ്ങനെ സോപ്പിട്ടുണ്ട്. പണി ചെയ്തുകൊണ്ടിരിക്കണം. ഫുള്ള് നമ്മളെ കയ്യനെ സോപ്പിട്ട് കുളിപ്പിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ എന്തെങ്കിലും ഡസ്റ്റാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കളയും. എന്നിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. അങ്ങനെ ഫുൾ സർവീസ് കഴിയും. ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടായില്ല സ്റ്റാർട്ടിങ്. FR ഫ്രാക്ചർ ലോം. സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്തേ. ചായ മറ്റേ വായിക്ക് തറേ ഇനി വരുമല്ലേ മാരേജ്? മറ്റേ നമ്മുടെ വയ്യന്മാരാണ്ട ഫുൾ പവർ എന്നുള്ള സീനാണ്. നമ്മുടെ വണ്ടി മൊത്തം പണി ചെയ്തുകൊണ്ടിരിക്കണേ പിള്ളേര്. പൊളി പൊളി, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്ക്. ഭാഗ്യം ക്യാമറയായിട്ട് ഇറങ്ങിയ മര്യാദക്കുമ്പോൾ കഴിയത്തരും. അങ്ങനൊരു ഗുണമുണ്ട്. അങ്ങനെ നമ്മുടെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻറ്റീരിയർ ക്ലീനിങ് അടുത്ത പ്രോസസ്. നമ്മുടെ വയ്യൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സെറ്റായിട്ടേക്കണേ. ഇനി ഫുൾ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യും. പിന്നെ ഈ വെള്ളമൊക്കെ നൈസായിട്ട് തുടച്ച് കളയും. അങ്ങനെ വണ്ടി ഫ്രഷായി കിട്ടും. ഇതാണ് നമ്മൾ ചെയ്യാറ് എപ്പോഴും. പക്ഷെ അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ചെറിയൊരു സ്ക്രാച്ചസൊക്കെ വരും. ആ ഒരു സീനുള്ളൂ. അല്ലെന്ന് വെച്ചാൽ ഇവരുടെ നമ്മുടെ വണ്ടി നമ്മൾ തന്നെ കെയർ ചെയ്യണം. അല്ലാതെ വേറെ ആരും ഇവരൊന്നും കെയർ ചെയ്യാൻ പോകണില്ല. പറഞ്ഞു കൊടുക്കുക, വണ്ടി പുതിയതുപോലെ നിർത്തുക, അത്രേ ഉള്ളൂ. കണ്ടോ ഫുള്ളും തുടച്ചുകൊണ്ടിരിക്കണ പിള്ളേര്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മാറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റും. വാട്ടർ സർവീസ് എല്ലാം കഴിഞ്ഞില്ലേ? ഓക്കെ, ബൈ ബൈ. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വണ്ടി കയറിഞ്ഞു. വണ്ടി എടുക്കുക, വീട്ടിൽ പോവുക. വാട്ടർ സർവീസിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ വാട്ടർ സർവീസ് ചെയ്യണത്. അത് നിന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വാട്ടർ സർവീസ് ചെയ്ത് തരും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഹെയർ ലൈൻസും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വാട്ടർ സർവീസ് ചെയ്യണം. അപ്പോൾ ബഡീസ് നമ്മുടെ ഈ വണ്ടി വാട്ടർ സർവീസൊക്കെ ചെയ്ത് ആളെ കഴി കുട്ടപ്പനാക്കി കൂടെ നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സാച്ചമ്മ കം ദേവൻ
എങ്ങനെയുണ്ടെന്ന് പറ, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കൊടുത്തേ. നൈസായിട്ടില്ലേ ശശിമ്മ? സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ, നമ്മുടെ ടീംസിനോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അങ്ങനെ വാട്ടർ സർവീസൊക്കെ ചെയ്ത് വണ്ടി സെറ്റാക്കി അകത്തേരി ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, അടിപൊളിയായിട്ട് നമ്മൾ പറഞ്ഞ പോലെയൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്താലേ അതേപോലെയൊക്കെ ചെയ്തു തരുള്ളൂ. അടിപൊളിയായിട്ട് പയ്യനെ സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബായ്. വെളുപ്പിക്കല്ലേട്ടാ, തുടച്ച്